ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയ ഒരു മാരത്തോൺ സെക്ഷനിലേക്ക് സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും കേരള ഹിസ്റ്ററിയുടെയും ബയോളജിയുടെയും 5 മുതൽ 10 ക്ലാസ്സിലെ കംപ്ലീറ്റ് ചാപ്റ്റർ കേരള PSCക്ക് ആവശ്യമുള്ളത് വിവരങ്ങൾ മാത്രം അടങ്ങിയ മാരത്തോൺ നമ്മുടെ ചാനലിലുണ്ട്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് കേരള ഗവേണൻസിലെ SCRT ഫാക്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ചാപ്റ്റേഴ്സും അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വരുമാന സ്രോതസ്സുകൾ: വരുമാനം, കൃഷി, വിള, തൊഴിൽ, കൂലി അഥവാ ശമ്പളം, ബിസിനസ്, ലാഭം, ബാങ്ക് നിക്ഷേപം, പലിശ, ആസ്തികൾ, വാടക അല്ലെങ്കിൽ പാട്ടം, ഓഹരി നിക്ഷേപങ്ങൾ, ലാഭവിഹിതം. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേരും കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ്. സ്വയം തൊഴിൽ പദ്ധതികളും ഗുണഭോക്താക്കളും: നവജീവൻ പദ്ധതി, മുതിർന്ന പൗരർ, കൈവല്യ, ഭിന്നശേഷിക്കാർ, ശരണ്യ, വനിതകൾ. സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. മിശ്രഭോജനം: ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29-ന് എറണാകുളം ജില്ലയിലെ ചെറായിൽ സഹോദരൻ പ്രസ്ഥാനത്തിൻ്റെ പത്രത്തിൻ്റെ പത്രാധിപരായ K. അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. ഇതുകാരണം അദ്ദേഹത്തിൻ്റെ കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരെ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി: ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിനത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. ലൈഫ് മിഷൻ: കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫ് മിഷന്റെ ലക്ഷ്യം. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. തീരമൈത്രി: മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. കൈവല്യ: ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൈവല്യയുടെ ലക്ഷ്യം അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ. വിദ്യാവാഹിനി: ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാസൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ജനനി ജന്മരക്ഷ: ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. പ്രതിഭാതീരം: തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഗോത്രബന്ധു: ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാപ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം എന്നിവയാണ് ഉൽപ്പാദന ഘടകങ്ങൾ. പ്രതിഫലത്തിനായി മനുഷ്യർ ചെയ്യുന്ന ഭൗതികമോ കായികമോ ആയ എല്ലാ യത്നങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടുന്നു. ഉൽപ്പാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും മൂലധനമാണ്. ഭൂമി, മൂലധനം, അധ്വാനം
എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ യോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്നത് സംരംഭകത്വം എന്ന പ്രക്രിയയിലൂടെയാണ്. ഇന്ത്യ ഗവൺമെന്റ് 2023 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLFS റിപ്പോർട്ട് പ്രകാരം 15 വയസ്സിന് മുകളിലും പ്രായമുള്ള, തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് രാജ്യത്തിന്റെ തൊഴിൽ സേന. ഈ പ്രായഘടനയിൽ ജനങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയെയും അത് അനുകൂലമായി ബാധിക്കും. മനുഷ്യ മൂലധനം. മാനവവിഭവങ്ങളായ നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിൽ പരിശീലനത്തിലൂടെയും മനുഷ്യമൂലധനമായി മാറുന്നു. മാനവവിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യമാണ് മനുഷ്യമൂലധനം. മനുഷ്യ മൂലധന രൂപീകരണം. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. 4 തരത്തിലാണ് തൊഴിലില്ലായ്മയെ തരംതിരിക്കുന്നത്. പ്രകടമായത് അഥവാ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ. ഘടനാപരമായത് നൂതന സാങ്കേതികവിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്നത്. കാലികമായത് പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ. പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ. വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത് പലയിടങ്ങളിലായിട്ട് ഉരുൾപൊട്ടലുണ്ടായത് 2024 ജൂലൈ 30-നാണ്. ഭൗമചലനങ്ങൾ. അന്തർജന്യ ചലനങ്ങളും ബാഹ്യജന്യ ചലനങ്ങളും. അന്തർജന്യ ചലനങ്ങൾ ഭൂമിയുടെ അന്തർഭാഗത്ത് വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണ്. കാരണമായ ബലങ്ങൾ: ഭൂമിക്കുള്ളിൽ അനുപ്രസരണം, ആദിമതാപം, ഭൂമിയുടെ ഭ്രമണം, ഭൗമതാപ വ്യതിയാനം, സംവഹന പ്രവാഹം തുടങ്ങിയവയാണ് അന്തർജന്യ പ്രക്രിയയ്ക്ക് കാരണം. ബാഹ്യജന്യ ചലനങ്ങൾ ഭൗമോപരിതലത്തിൽ വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണിവ. കാരണം: ഭൂപ്രദേശങ്ങളുടെ ചരിവ്, ഭൂഗുരുത്വാകർഷണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ചെലുത്തുന്ന സമ്മർദ്ദം, താപവ്യതിയാനങ്ങളും മറ്റും മൂലം തന്മാത്രകളിലുള്ള സമ്മർദ്ദം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, ഭൂഗർഭജലം, തിരമാല, വിവിധ രാസപ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് ബാഹ്യജന്യ പ്രക്രിയയ്ക്ക് കാരണം. സംവഹന പ്രവാഹങ്ങൾ. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും താപം വർദ്ധിച്ചുവരുന്നു. അണുവികിരണ ശേഷിയുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം ഭൂമിയുടെ മാന്റിൽ താപവ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ താപവ്യതിയാനം മൂലം മാഗ്മ തിളച്ച് ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. ഭൂവൽക്കത്തോട് അടുക്കുന്ന മാഗ്മ തണുക്കുകയും താഴുകയും ചെയ്യുന്നു. വീണ്ടും മാഗ്മ ചൂടായി ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചാക്രികമായി ചലിക്കുന്ന പ്രക്രിയയാണ് സംവഹന പ്രവാഹം. അന്തർജന്യ ചലനങ്ങൾ. മന്ദചലനങ്ങൾ, ദ്രുതചലനങ്ങൾ. മന്ദചലനങ്ങളാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ, പർവ്വത രൂപീകരണ പ്രക്രിയകൾ. ദ്രുതചലനങ്ങളാണ് ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ. ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കാനോ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗങ്ങളെ നിർമ്മിക്കുവാനോ കഴിയുന്ന അന്തർജന്യ പ്രക്രിയകളാണ് മന്ദചലനങ്ങൾ. ഒരു വിശാല ഭൂവൽക്ക ഭാഗം ഉയർന്നു വരുന്നതിന് കാരണമാകുന്ന പ്രക്രിയകളാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ. ഇവ ഭൗമോപരിതലത്തിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എന്നാൽ പർവ്വത രൂപീകരണ ചലനങ്ങൾ ഭൂവൽക്കത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ചലനങ്ങളാണ് പർവ്വത രൂപീകരണ ചലനങ്ങൾ. ഭൂവൽക്ക ഭാഗങ്ങൾ മടങ്ങി ഉയർന്നാണ് മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഖണ്ഡപർവ്വതങ്ങളും ഭ്രംശതാഴ്വരകളും. ഭ്രംശനം എന്ന പ്രക്രിയയുടെ ഫലമായിട്ട് ഒരു ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെട്ട് രൂപപ്പെട്ട പർവ്വതങ്ങളാണ് ഖണ്ഡപർവ്വതങ്ങൾ. ഇതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന താഴ്വരകളാണ് ഭ്രംശതാഴ്വരകൾ. ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ശരാശരി 100 കിലോമീറ്റർ കനമുള്ളതും ഖരാവസ്ഥയിലുള്ളതുമായ ഈ പാളിയുടെ തൊട്ടുതാഴെ ശിലകൾ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് അസ്തനോസ്ഫിയർ. ശിലാഖണ്ഡങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി തുടങ്ങിയ ഭൗമോപരിതലത്തിലേക്ക് പുറംതള്ളുന്ന ഇത്തരം മാർഗങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ. ഇങ്ങനെ പുറംതള്ളുന്ന വസ്തുക്കളെ അഗ്നിപർവ്വത വസ്തുക്കളായിട്ടാണ് പരിഗണിക്കുന്നത്.
ഉപരിമാൻഡിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെ മാഗ്മ എന്നും ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നതോടെ ഇവ ലാവ എന്നും അറിയപ്പെടുന്നു. ഉപരിമാൻഡിലിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിലാദ്രവത്തെ മാഗ്മ എന്നും ഭൗമോപരിതലത്തിലെത്തുമ്പോൾ ഇവയെ ലാവ എന്നും അറിയപ്പെടുന്നു. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ. മാഗ്മയുടെ രൂപീകരണം. മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും ഭൗമോപരിതലത്തിലേക്കുള്ള ചലനം. ശിലാമണ്ഡലത്തിലെ സുഷിരങ്ങളിലൂടെയും വിള്ളലുകളിലൂടെയുമുള്ള അവയുടെ പുറന്തള്ളൽ. തൽഫലമായി ഉണ്ടാകുന്ന സ്ഫോടനം. ലാവാപ്രവാഹം. മാഗ്മയുടെ ഘനീകരണം. വിവിധ ആഗ്നേയരൂപങ്ങളുടെ രൂപീകരണം തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും പൊതുവായി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വിവിധ നിർമ്മിതികൾ രൂപപ്പെടുത്തുന്നു. ഇവയാണ് അഗ്നിപർവ്വതങ്ങൾ. വലുപ്പത്തിലും ആകൃതിയിലും ഇവ വ്യത്യാസപ്പെട്ടിരിക്കും. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സ്വഭാവത്തെയും അവ ഭൗമോപരിതലത്തിൽ രൂപപ്പെടുത്തുന്ന നിർമ്മിതികളുടെ അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കാൽഡറ എന്നിങ്ങനെ തിരിക്കാം. ഭൗമോപരിതലത്തിൽ ലാവ പരന്നൊഴുകി അതിവിശാലമായ ബസാൾട്ട് പ്രളയസമതലങ്ങളും രൂപപ്പെടുത്താറുണ്ട്. ഇന്ത്യയിലെ ഡെക്കാൻ പ്രവിശ്യയിൽ ഇത്തരത്തിൽ രൂപപ്പെട്ട ഒന്നാണ്. കരയിലും കടലിന്റെ അടിത്തട്ടിലുമായി ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ഭൂമിയിൽ കാണപ്പെടുന്നു. 1883 ക്രാക്കതോവ അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് 36,000-ഓളം പേർക്ക് ജീവാപായം നേരിട്ടു. ഇന്തോനേഷ്യയിലെ ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയിലുള്ള ക്രാക്കതോവ ദ്വീപിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിലുള്ള അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനത്തെ തുടർന്ന് കടലിൽ ആണ്ടുപോയിട്ടുണ്ട്. ഭൂകമ്പ തരംഗങ്ങൾ. ഭൂകമ്പവേളയിൽ 3 തരം തരംഗങ്ങളാണ് പ്രഭവകേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്നത്. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ. ഇതിൽ പ്രതല തരംഗങ്ങളാണ് ഏറ്റവും വിനാശകാരികൾ. ഫലകങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണമാണ് ഭൂകമ്പങ്ങൾക്ക് കാരണം. രണ്ട് ഫലകങ്ങൾക്കിടയിൽ ചലനമുണ്ടാകുമ്പോൾ അവയുടെ അതിരുകളിൽ ഘർഷണം രൂപപ്പെടുന്നു. ഈ ഘർഷണം ഒരു തരത്തിൽ ഫലകങ്ങളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫലകാതിരുകൾ ഉയർന്ന സമ്മർദ്ദം സൃഷ്ടിക്കുകയും വലിയ തോതിൽ ഊർജം സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ഫലകങ്ങളുടെ ചലിക്കുവാനുള്ള സമ്മർദ്ദം ഫലക അതിരുകളെ ഘർഷണത്തെ അതിജീവിക്കുമ്പോൾ ഫലക അതിരുകളിൽ പൊടുന്നനെയുള്ള ചലനം അഥവാ ഭ്രംശം ഉണ്ടാകുന്നു. തുടർന്ന് ഫലകാതിരുകളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഊർജം പെടുന്നനെ സ്വതന്ത്രമാക്കപ്പെടുന്നു. ഇത് തരംഗരൂപേണ ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിച്ച് ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നു. ഇത്തരം ഭൂകമ്പങ്ങൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്നറിയപ്പെടുന്നു. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവകേന്ദ്രം അഥവാ ഫോക്കസ് എന്നും ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെ അതികേന്ദ്രം അഥവാ എപ്പിസെന്റർ എന്നും പറയുന്നു. ഫോക്കസിന് നേർമുകളിലുള്ള ഈ ഭൗമോപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യമെത്തുക. ഫലകങ്ങളുടെ ചലനത്തിലൂടെ മാത്രമല്ല ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലവും തീവ്ര ഖനന മേഖലകളിൽ ഖനികളുടെ മേൽത്തട്ട് ഇടിഞ്ഞു വീണും വൻ സ്ഫോടനങ്ങൾ മൂലവുമൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. വലിയ ജലസംഭരണികളിൽ സ്ഥിതി ചെയ്യുന്നിടങ്ങളിൽ പോലും ജലം തടശിലകൾക്കുമേൽ ചെലുത്തുന്ന സമ്മർദ്ദം മൂലം തടശിലകൾ ഞെരിഞ്ഞമർന്ന് ചെറു ഭൂകമ്പങ്ങൾക്ക് കാരണമായേക്കാം. ഭൂകമ്പ തീവ്രത അളക്കാനായി 1935 ചാൾസ് എഫ് റിക്ടർ വികസിപ്പിച്ചെടുത്ത മാനകമാണ് റിക്ടർ സ്കെയിൽ. റിക്ടർ സ്കെയിൽ രൂപപ്പെടുത്തിയ വർഷം 1953. റിക്ടർ സ്കെയിൽ 1953. ഭൂകമ്പ തരംഗങ്ങളെ രൂപപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഇങ്ങനെ രേഖപ്പെടുത്തിയ തരംഗങ്ങളുടെ ആയാമം കണക്കാക്കി തീവ്രത കണക്കാക്കുന്നു. സാധാരണയായിട്ട് പ്രാദേശിക തലത്തിൽ രേഖപ്പെടുത്തിയ ചെറിയ ഭൂകമ്പങ്ങളാണ് റിക്ടർ സ്കെയിലിൽ കണക്കാക്കുന്നത്. വലിയ ഭൂചലനങ്ങൾ കൂടുതൽ കൃത്യതയാർന്ന മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന മാനകത്തിലാണ് രേഖപ്പെടുത്താറുള്ളത്. 2004 ഡിസംബർ 26 ആർത്തലച്ചെത്തിയ രാക്ഷസ തിരകൾ നിമിഷനേരം കൊണ്ട് തീരങ്ങളെ തകർത്തെറിഞ്ഞു. ഏകദേശം 2,30,000-ഓളം വരുന്ന ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞു. സുനാമിയെ പറ്റിയുള്ള ഒരു വാർത്തയാണിത്. ഈ ഡേറ്റാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. കേരള തീരത്തും ബാധിച്ചിരുന്ന ഒരു സുനാമിയാണിത്. തമിഴ്നാട് തീരത്താണ് കുറച്ചുകൂടി അധികം ബാധിച്ചത്. 2004 ഡിസംബർ 26.
കടലിനടിയിലുണ്ടാകുന്ന വൻ ഭൂകമ്പം അനേകം മീറ്ററുകൾ ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളാണ് സുനാമികൾ. കടലിനടിയിലുണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാതങ്ങളും സുനാമിക്ക് കാരണമായേക്കാം. സുനാമിയിൽ നിന്ന് രക്ഷ നേടാൻ സമുദ്രനിരപ്പ് പെട്ടെന്ന് നിരവധി കിലോമീറ്ററുകളോളം താഴുകയാണെങ്കിൽ അതൊരു സുനാമി മുന്നറിയിപ്പായിട്ട് കരുതണം. സുനാമി പെട്ടുപോയാൽ വെള്ളത്തിൽ കിടക്കുന്ന ഏതെങ്കിലും വസ്തുവില് പിടിമുറുക്കി രക്ഷപ്പെടാൻ ശ്രമിക്കണം. സുമാത്രയിലെ ആച്ചെ പ്രവിശ്യയ്ക്ക് തെക്ക് പടിഞ്ഞാറ് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 9.1 തീവ്രതയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പമാണ് 2004 ഡിസംബർ 26-ന് കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ നാശം വിതച്ചത്. അപ്പോൾ ഇത് 9.1 തീവ്രതയിലായിരുന്നു 2004 ഡിസംബർ 26-ലെ സുനാമി. നവീന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഡാർട്ട് ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഡാർട്ടിന്റെ പൂർണ്ണരൂപം ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. ബാഹ്യജന്യ ചലനങ്ങൾ, അപക്ഷയം, ഗുരുത്വാകർഷണ ബലം, താപവ്യതിയാനം, തന്മാത്രാ സമ്മർദ്ദം, രാസജൈവ പ്രവർത്തനങ്ങൾ, അപരദനം, സംവഹനം, നിക്ഷേപണം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, തിരമാല എന്നിവയുടെ ഗതികോർജം, ഭൂഗർഭജലത്തിന്റെ പ്രവർത്തനം, ഭൂദ്രവ്യ ശോഷണം, ഗുരുത്വാകർഷണ ബലം. അപക്ഷയം. ഭൂമിയിൽ വിവിധതരം ശിലകളുണ്ടെന്ന് നമുക്കറിയാം. ചില ബാഹ്യജന്യ പ്രക്രിയയുടെ ഫലമായിട്ട് ശിലകൾ ഭൗതികമായി പൊടിയുകയോ രാസപരമായിട്ട് വിഘടിക്കുകയോ ചെയ്യുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് രാസപരമായും ഭൗതികമായും മാറ്റങ്ങളുണ്ടാകുന്ന പ്രക്രിയയെ അപക്ഷയം എന്ന് വിളിക്കുന്നു. അപക്ഷയം 3 തരത്തിലുണ്ട്. ഭൗതിക അപക്ഷയം. താപവ്യതിയാനം മൂലം ശിലാധാതുക്കൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ശിലകൾ പൊടിയുന്നതിന് കാരണമാകുന്നു. കൂടാതെ ശിലകളിലെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നതുകൊണ്ട് വിള്ളലുകൾ വികസിക്കുകയും ക്രമേണ ഇത് ശിലകൾ പിളരുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. രാസിക അപക്ഷയം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ശിലകളിലെ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിലേർപ്പെടുകയും ശിലകൾ രാസപരമായിട്ട് വിഘടിക്കുന്നതിനും കാരണമാകുന്നു. ജൈവിക അപക്ഷയം. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ ശിലകളുടെ ശിഥിലീകരണത്തിന് കാരണമാകാറുണ്ട്. അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യന് പ്രയോജനപ്പെടുന്നത്. അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. ധാതു സമ്പുഷ്ടീകരണത്തിന് കാരണമാകുന്നു. ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. അപരദനം, സംവഹനം, നിക്ഷേപണം. വിവിധ അപക്ഷയ പ്രക്രിയകൾ മൂലമോ മറ്റു പ്രവർത്തനങ്ങളിലൂടെയോ രൂപം കൊണ്ട ശിലാവശിഷ്ടങ്ങൾ, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, തിരമാല എന്നീ ശക്തികൾ ഒരിടത്തു നിന്ന് ശേഖരിച്ച് അവിടെ നിന്നും നീക്കം ചെയ്ത് മറ്റൊരിടത്ത് നിക്ഷേപിക്കുന്നുവെന്ന് അതിന്റെ ഫലമായിട്ട് ഭൗമോപരിതലത്തിൽ ധാരാളം അപരദന ഭൂരൂപങ്ങളും നിക്ഷേപണ ഭൂരൂപങ്ങളും രൂപപ്പെടുന്നുവെന്നും നമുക്കറിയാം. ഭൂദ്രവ്യ ശോഷണം. അപക്ഷയം, അപരദനം എന്നിവ കൂടാതെ ബാഹ്യജന്യ ബലങ്ങളുടെ ഫലമായിട്ട് ഭൗമോപരിതലത്തിൽ ഉണ്ടാകുന്ന ബാഹ്യജന്യ ചലനങ്ങളാണ് ഭൂദ്രവ്യ ശോഷണം. ഗുരുത്വാകർഷണ ബലത്തിന്റെ നേരിട്ടുള്ള സ്വാധീനം മൂലം ശിലാകഷ്ണങ്ങൾ അല്ലെങ്കിൽ ഭൗമവസ്തുക്കൾ ചരിവുള്ള ഭൂപ്രതലത്തിലൂടെ താഴേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് ഭൂദ്രവ്യ ശോഷണം. ഇത് വളരെ സാവധാനത്തിലുള്ളവയുമുണ്ട്, ദ്രുതഗതിയിലുള്ളവയുമുണ്ട്. നേരിയ പാളി മാത്രം താഴേക്ക് പതിക്കുന്ന ഭൂദ്രവ്യ ശോഷണം മുതൽ വലിയ അളവുകളിൽ ഭൗമവസ്തുക്കൾ താഴേക്ക് പതിക്കുന്ന ഭൂദ്രവ്യ ശോഷണം വരെ ഉണ്ടാകാറുണ്ട്. ഉരുൾപൊട്ടൽ ഒരുതരം ഭൂദ്രവ്യ ശോഷണമാണ്. ഗുരുത്വാകർഷണം മൂലം ശിലകളോ മേൽമണ്ണോ മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന പ്രതിഭാസമാണ് ഭൂദ്രവ്യ ശോഷണം. മലയിടിച്ചിൽ, ശിലാപതനം, മലകളുടെ നിരങ്ങൽ, ഡെബ്രി ഫ്ലോ, ഭൂമിയുടെ ഇടിഞ്ഞുതാഴൽ തുടങ്ങിയവയാണ് വിവിധ തരത്തിലുള്ള ഭൂദ്രവ്യ ശോഷണങ്ങൾ. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ചെങ്കുത്തായ മലഞ്ചെരുവിലുള്ള പാറയും മണ്ണും ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് പെട്ടെന്ന് പതിക്കുന്ന പ്രതിഭാസമാണ് ഡെബ്രി ഫ്ലോ.
മലയുടെ ഭാഗങ്ങൾ ഗുരുത്വാകർഷണത്താൽ താഴേക്ക് നിരങ്ങിയിറങ്ങുന്ന ഭൂദ്രവ്യ ശോഷണമാണ് മലയുടെ നിരങ്ങിയിറങ്ങൽ. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് പലപ്പോഴും ഇവ രണ്ടും ഒരുമിച്ചോ അല്ലാതെയോ സംഭവിക്കാറുണ്ട്. ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യതാ ഘടകങ്ങൾ ആ പ്രദേശത്തെ ഭൂമിയുടെ ചരിവ്, മണ്ണിന്റെ ആഴം, ഘടന, ഭൂവിനിയോഗം, നീർച്ചാലുകളുടെ വിന്യാസം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അതിതീവ്ര മഴ, ലഘുമേഘസ്ഫോടനം, ഭൂചലനങ്ങൾ എന്നിവയാണ് ഉരുൾപൊട്ടലിന്റെ ചാലകശക്തികൾ. കൂടാതെ മൺസൂൺ സീസണിൽ ഉൾപ്പെടെ നടക്കുന്ന അശാസ്ത്രീയമായ പാറപൊട്ടിക്കൽ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയും പ്രേരക ഘടകങ്ങളായി പ്രവർത്തിക്കുന്നു. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിലുള്ള മലഞ്ചെരിവുകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് പശ്ചിമഘട്ട മേഖലകളിലും ഹിമാലയൻ പർവ്വതനിരകളിലുമാണ്. കേരളത്തിന്റെ മലയോരങ്ങളിൽ ചെറുതും വലുതുമായ അനേകം ഉരുൾപൊട്ടലുകൾ, കുഴലാകൃതി മണലൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവ വ്യാപകമായി സംഭവിക്കാറുണ്ട്. കുഴലീകൃത മണ്ണൊലിപ്പ് ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിൽ അടുത്തിടെ വ്യാപകമായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് കുഴലീകൃത മണ്ണൊലിപ്പ്. കളിമൺ പാളികൾ നിറഞ്ഞ ഇത്തരം ചെങ്കൽ പ്രദേശങ്ങളിൽ ജലത്തിന്റെ തള്ളിച്ച മൂലം സംസക്തി ബലം കുറവുള്ള കളിമണ്ണ് ഒലിച്ചു പോകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ്. ചെങ്കല്ലു നിറഞ്ഞ മേഖലകളിലെ സുഷിരങ്ങളിലൂടെ അതിവർഷമോ മറ്റോ മൂലം ജലം ഉള്ളിലേക്ക് തള്ളിക്കയറുകയും കളിമണ്ണ് നിറഞ്ഞ കീഴ്പാളിയിൽ നിന്നും ഏതാണ്ട് കുഴലാകൃതിയിൽ മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്യുന്നു. ദുർബലമായ കീഴ്പാളിയിലുണ്ടാകുന്ന ജലകൃത അപരദനമാണ് കുഴലീകൃത മണ്ണൊലിപ്പിന് കാരണം. അടുത്തിടെ ഇടുക്കി ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് കിണറിന്റെ ആകൃതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടത് ഈ പ്രതിഭാസം മൂലമാണ്. വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ എന്നീ സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള പഠനങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ഭാരതീയ ഭൂവിജ്ഞാനീയ സർവേ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ദേശീയ ഭൗമ പഠന കേന്ദ്രം NCESS എന്നീ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഓരോ ജില്ലയിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ രേഖപ്പെടുത്തി ഭൂപടങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം, കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം. കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിനു കീഴിൽ കൊണ്ടുവരുന്ന പ്രവർത്തന രീതിയാണ് കവചം സംവിധാനത്തിനുള്ളത്. ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാൽ സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള SMS, ലൊക്കേഷൻ ബേസ്ഡ് SMS, സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ മാധ്യമങ്ങൾ എന്നിവ വഴിയും സൈറൺ, സ്ട്രോബ് ലൈറ്റ് ശൃംഖല പ്രവർത്തിപ്പിച്ചും ദ്രുതഗതിയിൽ ജനങ്ങളെ അറിയിക്കുകയും വിവിധ തലങ്ങളിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു.